GST-യുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് പരമാവധി ബിസിനസ്സുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. GST ഡിപ്പാർട്ട്മെന്റ് നമ്മൾ നിയമങ്ങൾ കച്ചവടക്കാരെ നിയമങ്ങളൊക്കെ തെറ്റിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഒരു നോട്ടീസ് അയക്കും. ലീഗലായിട്ട് അതിന് നമ്മൾ മറുപടി കൊടുക്കണം. നോട്ടീസ് അയച്ചിട്ട് നമ്മൾ കാര്യമായിട്ട് മറുപടിയോ കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ നിയമപ്രകാരം നമ്മൾ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ ഓർഡർ അയക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഇത്ര രൂപ സർക്കാരിനേക്ക് അടക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡർ ഇടും. അതിനും നമ്മൾ പ്രോപ്പറായിട്ട് റിപ്ലൈയും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല, അതിന് അപ്പീലൊന്നും പോകുന്നില്ല. അങ്ങനെ ഒരു ഓർഡർ വന്നാൽ അതിന് അഗേൻസ്റ്റ് നമുക്ക് അപ്പീലൊക്കെ പോകാനുള്ള നിയമപരമായ അവകാശങ്ങളുണ്ട്. അതൊന്നും ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ അവസാനം ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്ന ചടങ്ങ് എന്താണെന്ന് പറഞ്ഞാൽ റവന്യൂ റിക്കവറി എന്ന് പറഞ്ഞ ഒരു സംഭവം അതിന് നോട്ടീസ് അയക്കുക എന്നുള്ളതാണ്. അപ്പോൾ റവന്യൂ റിക്കവറി കഴിഞ്ഞ വർഷം വരെയൊന്നും കാര്യഗൗരവത്തിൽ ഡിപ്പാർട്ട്മെന്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പം റവന്യൂ റിക്കവറിക്ക് നോട്ടീസ് വന്ന് തുടങ്ങി. 2017 മുതൽ ഇങ്ങോട്ട് പല ആൾക്കാരും പലതരത്തിലുള്ള നിയമലംഘനങ്ങളും നടത്തിയിട്ടുണ്ടാവും. ചിലപ്പോൾ സർക്കാരിന് കുറച്ച് ടാക്സ് അടക്കാനും ഉണ്ടാവും. അപ്പോൾ ടാക്സോ പെനാൽറ്റിയോ ഒക്കെ അടക്കാൻ പെൻഡിംഗ് ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇതൊന്നും സമയത്തിന് ഡിപ്പാർട്ട്മെന്റ് അയക്കുന്ന നോട്ടീസിനും ഓർഡറിന് അഗെയിൻസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അപ്പീലിനൊന്നും നമ്മൾ പോകുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് റവന്യൂ റിക്കവറി വരും. റവന്യൂ റിക്കവറി വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കിട്ടാനുള്ള തുക ഈടാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് നിങ്ങളെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാം, നിയമപ്രകാരം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതേപോലെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യാം. ഇങ്ങനെയുള്ള ചടങ്ങുകളിലേക്ക് അവർക്ക് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ GST എന്നൊരു നോട്ടീസ് വരിക അല്ലെങ്കിൽ ഇതേപോലെ ഓർഡർ വരിക എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ സാധാരണ നടപടിക്രമങ്ങളാണ്. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിനെ നിയമപരമായിട്ട് നേരിടുക എന്നുള്ളതാണ്. അതിന് കൃത്യമായിട്ട് ലീഗലായിട്ടുള്ള മറുപടി കൊടുക്കുക. നല്ല ഓർഡറും കാര്യങ്ങളൊക്കെ വലിയ എമൗണ്ടിനൊക്കെയാണ് വരുന്നതെങ്കിൽ അതിൻ്റെ നിയമപരമായിട്ട് അപ്പീലിന് പോകാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളതാണ്. അല്ലാതെ അവസാനം ഇതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ആകെയുള്ള ഒരു ഓപ്ഷൻ അതിൽ അവർ പറയുന്ന തുക അടച്ചിട്ട് അത് ഒഴിവാകുക എന്നുള്ളതാണ്. പ്രോപ്പർട്ടി ഉള്ളവരും ഈ പറഞ്ഞ അത്യാവശ്യം സ്വത്തുവകകളുള്ള ആൾക്കാർക്കൊക്കെ ഇതൊരു ബാധ്യതയാവും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി അറിഞ്ഞിരിക്കുക. ഇത് പരമാവധി ആൾക്കാർക്കൊന്ന് ഷെയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.